السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العظيم. وقال رسول الله صلى الله عليه وسلم: تركتكم على المحجة البيضاء زهت طيبة تختال فخرا بأحمد ولملا وفيها قبره متحيز زعيم بتعجيل الشفاعة عندما أولو العزم أنها في القيامات تعجز زحام كرام الرسل تحت لوائه وكل نبي باللواء متعزز زنوا فضل كل الرسل مع فضل أحمد تروا فضلهم عن فضله يتميزوا عسى الله من أجل الحبيب ومدحه يداركني باللهو والجود أوسع إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അനുഗ്രഹീതവും പരിശുദ്ധവുമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാമത് മീലാദ് മാസത്തോടനുബന്ധമായി ഈ മഹത്തായ സദസ്സിൽ, അതേപോലെ മഹത്തായ വേദിയിൽ അണിനിരന്ന അഭിവന്യരും മാർഗദർശികളുമായ സാദാത്തുക്കളെ, ഉലമാക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, പ്രത്യേകിച്ച് 3 കാര്യങ്ങളിലായി MD ബിരുദം, ദാറാനി ബിരുദം, പിന്നെ ഖുത്ബ ബിരുദം നേടി സദസ്സിലിരിക്കുന്ന ഇന്നിൻ്റെ ഭാവിയുടെ ഉലമാക്കളെ, സഹോദരങ്ങൾ, ബിരുദദാന പ്രസംഗമാണ് എന്നിൽ അർപ്പിതമായത്. ഇനി ഒരു ഗ്രാൻഡ് മെസ്സേജും കൂടിയേ ബാക്കിയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രസംഗമല്ല, മെസ്സേജ് എന്ന ഒറിയൻ എന്നോട് പറഞ്ഞത്. ഏതായാലും ബിരുദം നേടിയ ഉലമാക്കളോട് ഒരു നസീഹത്ത്. ഒന്നാമതായി, ഞാൻ ഓതിയ ആയത്തും ബൈത്തുമെല്ലാം കേട്ട് നോക്കുമ്പോൾ നബിദിന പ്രസംഗമാണോ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ബർക്കത്തിന് വേണ്ടി ഒരു ബൈത്ത് ചൊല്ലിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ രത്നച്ചുരുക്കം ലോകത്തോട് മദീന പത്രാസ് പറയുകയാണ്. എല്ലാ ലോകത്തെയും വിളിച്ചുകൊണ്ട് മക്ക അടക്കമുള്ള
ലോകരാജ്യങ്ങളെ വിളിച്ചുകൊണ്ട് മദീന തുള്ളിച്ചാടുകയാണ് സന്തോഷം കൊണ്ടും പത്രാസ് കൊണ്ടും. കവി ചോദിക്കുന്നത് വലിമല, എങ്ങനെ മദീന പത്രാസ് കാണിക്കാതിരിക്കും? മദീന എങ്ങനെ ഫഖ്ർ കാണിക്കാതിരിക്കും? വഫീഹാ ഖബ്റുഹു മുതഹയ്യിസു, ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം തൻ്റെ ബയറ്റിലല്ലേ ഉള്ളത്. ഖബറിലാക്കി, തൻ്റെ ഉള്ളിലാക്കി ആ തങ്ങളെ പുണരാനുള്ള മഹാഭാഗ്യം ജന്മനാടായ മക്കൾക്ക് പോലും ഇല്ലാത്തത് എനിക്കല്ലേ ലഭ്യമായത്. പിന്നെ മദീന എങ്ങനെ പത്രാസ് കാണിക്കാതിരിക്കും എന്ന് കവിതയിൽ ചോദിക്കുകയാണ്. ആ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 മീലാദിനോടനുബന്ധമായാണ് അതിൻ്റെ സമാപന ദിവസമായ ഈ വെള്ളിയാഴ്ച രാവിലാണ് ഇവിടെ നൽകപ്പെട്ട ബിരുദം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ബിരുദത്തിൻ്റെ വിലയുണ്ട്, അത് നൽകപ്പെടുന്ന സ്ഥാപനത്തിനൊരു വിലയുണ്ട്, അത് നൽകുന്ന ഉലമാക്കൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും വിലയുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകമാസകലം വാഴ്ത്തുമ്പോൾ ആ വാഴ്ത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സംഗമത്തിൽ വെച്ച് മഹാരഥന്മാരായ ഉലമാഇന്റെ കൈവശത്തിൽ വെച്ച് നമുക്ക് ലഭ്യമായ ഈ ഷഹാദ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണെന്ന ബോധം നമ്മുടെയൊക്കെ മനസ്സിൽ വേണം. കാരണം എന്തിൻ്റെ ഷഹാദയാണിത്? മൗലവി ദാഴികളായ സഹോദരങ്ങൾക്കായാലും ദാറാനികൾക്കായാലും ഖുതബായിനായാലും കേവലം ഒരു വിജ്ഞാനത്തിൻ്റെ ഷഹാദയല്ല, അറിവിൻ്റെ ഷഹാദയല്ലല്ലോ നൽകപ്പെടുന്നത്. ഇന്നലെ പകലന്തിയോളം ഇവിടെ സംസാരിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ ഹബീബായ നബിതങ്ങളുമായി ബന്ധപ്പെട്ട് ജിബ്രീൽ അലൈഹിസ്സലാമും അതുപോലെ തന്നെ മലക്കുകളും അല്ലാത്ത വിധത്തിലും നൽകപ്പെടുന്ന വഹയിനെ പറ്റിയുള്ള ഒരു വലിയ വലിയ ചർച്ചകളും പ്രബന്ധങ്ങളും അതിമനോഹരമായുള്ളത് നാം കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്ത് മുഖേനയോ അല്ലാതെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ദിവ്യബോധനം എന്ന വഹയിൻ്റെ ഇൽമിൻ്റെ ഷഹാദയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെയുടെ ഉലമാക്കളെ നമ്മുടെ കൈകളിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് ഇവിടെ വെച്ച് പകർന്നു നൽകിയത് ഉസ്താദുമാരുടെ ഗുരുമുഖത്ത് വെച്ച് നാം പഠിക്കുന്ന വിവരം വിശ്വാസപരമായ വിവരങ്ങളെ കൂട്ടത്തിലുണ്ട്, കർമ്മപരമായ വിവരങ്ങളെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ തസവ്വുഫ് അഖ്ലാഖുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അക്കൂട്ടത്തിലുണ്ട്. ഹദീസുകളും തഫ്സീറുകളും അതിന് ഉപോത്ബലകമായി അതിന് ശക്തി പകരുന്ന ഇൽമുകളെല്ലാം ഇത്ര വിജ്ഞാനങ്ങൾ ഞങ്ങളിൽ വെച്ച് നേടിയിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട വർഷം മാസം ഞങ്ങളുടെ മുമ്പിൽ ഈ വിദ്യാർത്ഥി ഇരുന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്ര ക്ലാസുകളിൽ പങ്കെടുത്ത് നിർണയിക്കപ്പെട്ട വിഷയങ്ങൾ എഴുതിയറിയിക്കേണ്ടതും എഴുതേണ്ടതും അவ்விധം എഴുതിയിരിക്കുന്നു എന്നൊക്കെ നൽകുന്ന ഒരു ഷഹാദ. വാസ്തവത്തിൽ നാം ആലോചിക്കുമ്പോൾ അഖീദയുടെ വിവരങ്ങളാണെങ്കിലും ഫിഖ്ഹിന്റെ വിവരങ്ങളാണെങ്കിലും നാം ഒക്കെ മനസ്സിലാക്കുന്നത് എല്ലാം അല്ലാഹുവിൻ്റെ നിയമങ്ങളാണ്, അഹ്കാമുല്ലാഹ്. നമ്മുടെ കിതാബുകളിൽ ചർച്ച ചെയ്യുമ്പോൾ ഫിഖ്ഹ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ അഹ്കാമുല്ലാഹി ഉസ്താദന്മാരോട് അവിടെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. എങ്കിൽ ഫിഖ്ഹിന്റെ ഒരു മസ്അല പറഞ്ഞുകൊണ്ട് ഖാലല്ലാഹു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയല്ല. ഫുഖഹാ പഠിപ്പിച്ചു തരുന്ന ഫിഖ്ഹിന്റെ വിജ്ഞാനങ്ങളാണെങ്കിലും ഏത്
വിജ്ഞാനങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള വഹി ജലിയിലൂടെയും അല്ലാതെയും പകർന്നു നൽകിയ വിജ്ഞാനത്തിൽ ഇത്ര അളവ്, ഇന്ന കിതാബുകൾ, ഇന്ന വിഷയങ്ങൾ ഞങ്ങളുടെ അടുത്ത് വെച്ച് അവർ പഠിച്ചിട്ടുണ്ട് എന്നവർ ഉസ്താദുമാർ മുഖേന നൽകി അംഗീകാരം നൽകുകയാണ്. ആ വഹയിന്റെ ഇൽമ് നൽകപ്പെടുന്നതോ ഇൽമിന്റെ ഷഹാദ നൽകപ്പെടുന്നതോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദുമായി ബന്ധിച്ചിരിക്കുന്ന, സംഘടിപ്പിച്ചിരിക്കുന്ന മഹത്തായ ഈ ഒരു സംഗമ വേദിയിൽ വെച്ചു. ഇതല്ലാഹുവിന്റെ അമാനത്താണെന്ന ബോധം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിവരിക്കുന്നുണ്ട്. മനുഷ്യർ, അറിവില്ലാത്ത ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അറിവുള്ളവരുമുണ്ട്. അറിവില്ലാത്തവർ അറിയാത്ത കാര്യങ്ങൾ പഠിക്കണമെന്ന് ജാഹിലുകളോടും അജ്ഞതയുള്ളവരോടും അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പക്ഷേ മാ അഖദല്ലാഹു അലാ അഹ്ലിൽ ജഹ്ലി അൻ യതഅല്ലമു ഇല്ലാ ബഅദ അൻ അഖദ അലാ അഹ്ലിൽ ഇൽമി അൻ യുഅല്ലിമു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം. ജാഹിലുകൾ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടും അല്ലാതെയും അറിഞ്ഞുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ആ പഠിക്കണമെന്ന കൽപ്പന അവരോട് അല്ലാഹു തആല നടത്തുന്നതിൻ്റെ മുമ്പ് വിജ്ഞന്മാരോടും അറിവുള്ളവരോടും അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന അഹദും മീസാക്കും ഉടമ്പടിയും സ്വീകരിച്ചതിൻ്റെ ശേഷമല്ലാതെ അല്ലാഹു തആല ജാഹിലീങ്ങളോട് അങ്ങനെ ഒരു കരാറ് സ്വീകരിച്ചിട്ടില്ലെന്ന് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മിലേക്ക് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവുകൾ, നാം പഠിച്ചെടുത്തിരിക്കുന്ന അറിവ് എത്ര കുറഞ്ഞാലും ഏറിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആലിമിന്റെ, ആ പഠിക്കുന്ന മുത്തഅല്ലിമിന്റെ അവന്റെ ഹൃദയത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അമാനത്താണ്. ഈ അമാനത്തെന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഇത് സംബന്ധമായി ചോദിക്കും. അല്ലാഹുവിന്റെ ചോദ്യവും നിനക്ക് കിട്ടിയ അറിവുകൊണ്ട് നീ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം ഉലമാഇനോടുണ്ടാകുമെന്നല്ലേ ഈ സൂചിപ്പിക്കുന്നത്. ഇത് ഗൗരവത്തോടുകൂടെ നാം ഓർക്കണം. അതുകൊണ്ടാണ് നൽകപ്പെടുന്ന ഉലമാഇനെ ആലിം, ഫാളിൽ എന്നൊക്കെ വിളിക്കപ്പെടാറുണ്ട്. ഇവിടുന്ന് മൗലവീനെ വിളിച്ചേ കണ്ടുള്ളൂ. ആലിം, ഫാളിൽ. മഹാന്മാർ പറയുന്നുണ്ട്, ഫാളിൽ യാതൊരുവിധ ലുബ്ധുമില്ലാതെ, ഒരു നിലക്കുള്ള പിഷ്കുമില്ലാതെ അവന്റെ ഔദാര്യം കൊണ്ട് തന്നെ ആളെ നോക്കാതെ തന്റെ വിജ്ഞാനം വിതരണം ചെയ്യണം എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉലമാഇനെ അൽ ഫാളിൽ ഫുലാൻ ബിൻ ഫുലാൻ എന്ന് പറയുന്നത് എന്ന് ഉലമാക്കൾ വിവരിക്കുന്നത് കാണാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതും അനന്തര സ്വത്തായി എന്നിൽ വെച്ച് നിങ്ങൾക്കെടുക്കാനുള്ളതും നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതും വിജ്ഞാനം മാത്രമേ ഉള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്കൊക്കെ അറിയാലോ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരഗാമികളാണ്. അപ്പാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉലമാ വിവരിക്കുന്നുണ്ട്. ആദരവായ നബി തങ്ങളുടെ സഹധർമ്മിണിമാരെല്ലാം മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എന്ന് കാണിക്കുന്ന ആയത്തിൽ ശാദായ ഒരു ഖിറാഅത്ത് പ്രകാരം വഹുവ അബൂഹും, നബി തങ്ങൾ മുഅ്മിനീങ്ങളുടെയൊക്കെയും പിതാവാണ്. ശാദായ ഖിറാഅത്താണ്. തെളിവ് പിടിക്കാൻ പറ്റും. ഒരു ഹദീസിന്റെ സ്ഥാനത്ത് നിർത്താം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സഹധർമ്മിണിമാർ നമ്മുടെ മാതാക്കളായതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ പിതാവാണെങ്കിൽ ആ പിതാവിൽ വെച്ച് നമുക്ക് ലഭ്യമാകാൻ അവിടുന്ന് ഇട്ടേച്ചു പോയത് വഹയിന്റെ ഇൽമാകുന്ന വിജ്ഞാനമാണ്, അറിവാണ്.
ആ അറിവേതൊരു മനുഷ്യനും ഒരു മിസ്കാലു ദർറ, അണുമണി തൂക്കം ഒരാൾക്ക് ലഭ്യമായാൽ പിതാവിൽ വെച്ച് അത്രയും ഇട്ടേച്ചു പോയ സ്വത്ത് അവന് ലഭ്യമായി എന്നാണ് അതിൻ്റെ താല്പര്യം. സാധാരണഗതിയിൽ ഒരു പിതാവിൽ വെച്ച് 10 സെന്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയോ എന്തെങ്കിലും ഒരു അനന്തരാവകാശമായി ഒരു മകന് കിട്ടി, മകൾക്ക് കിട്ടി. ആ കിട്ടിയ കടയുമായി അല്ലെങ്കിൽ സ്ഥലവുമായി മാത്രം അവൻ്റെ ജീവിതത്തിൽ അവൻ കഴിഞ്ഞുകൂടി എന്ന് സങ്കല്പിക്കും. അല്പം പോലും അത് വർദ്ധിച്ചിട്ടില്ല, അതിനു വേണ്ട ശുശ്രൂഷകളൊന്നും ചെയ്തില്ല. ആ കിട്ടിയ സ്ഥലവുമായി അവൻ അങ്ങനെ കഴിഞ്ഞുകൂടി. തെറ്റൊന്നുമില്ലെങ്കിലും അവനേക്കാൾ കിട്ടിയത് അനുസരിച്ചുകൊണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അവസരോചിതമായി അതിനെ പരിപോഷിപ്പിച്ച മറ്റൊരു മകനുണ്ടെങ്കിൽ ആ മകനിലേക്ക് ഒന്നാമത്തവനെ ചേർത്തുമ്പോൾ അവൻ എന്തനന്തരക്കാരനാണ്. തൻ്റെ പിതാവ് സമ്പാദിച്ചത് കിട്ടിയപ്പോ പിതാവിൻ്റെ ചിന്ത അനുസരിച്ച് അത് ബിസിനസ് ആണെങ്കിൽ അങ്ങനെ, ഇനി കച്ചവടമാണെങ്കിൽ അങ്ങനെ, മറ്റു ജോലികളാണെങ്കിൽ അങ്ങനെ, അതൊക്കെ പരിപോഷിപ്പിച്ചെടുത്ത ഈ മകനല്ലേ യഥാർത്ഥ അനന്തരാവകാശി എന്ന് സാധാരണ പറയുന്നത് പോലെ നമ്മുടെ മുൻകഴിഞ്ഞ ഉലമാക്കളൊക്കെയും അവർക്ക് ലഭ്യമായ ഇൽമ്, മഹാന്മാരായ ഉസ്താദുമാരിൽ വെച്ച് അവർക്ക് ലഭ്യമായ ഇൽമ് അല്ലെങ്കിലും ബിരുദത്തിലും മറ്റുമൊക്കെ നൽകപ്പെടുന്നത് സാധാരണ എഴുതപ്പെടാറുള്ളത് ഇന്ന കിതാബുകൾ ഓതിയിട്ടുണ്ട്, അതൊക്കെ നോക്കി മനസ്സിലാക്കാനുള്ള ഒരു മലക്കയും ഇസ്തിഅദാദിയായ ഒരു ഖുവ്വത്തും ഈ കുട്ടിക്ക് ലഭ്യമായി എന്ന് ഉസ്താദുമാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവന് പഠിക്കാനുള്ള പാകതയിൽ ഇവനെത്തിയിട്ടുണ്ട്, പഠിച്ചു വലിയ ആലിമായി എന്നല്ല പറയുന്നത്. ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള അതിൻ്റെ അലകും പിടിയും വേണ്ടതെല്ലാം ഇവന്റെ കൈവശമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. മഹാനരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളവറുകൾ മഹാനരുടെ ഒരു മൊഴി സാധാരണ ഉദ്ധരിക്കാറുണ്ടല്ലോ, കുന്തു മുഅല്ലിമൻ ഹീന കുന്തു മുതഅല്ലിമാ വകുന്തു മുതഅല്ലിമൻ ഹീന കുന്തു മുഅല്ലിമാ എന്ന ഒരു വാക്ക് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. കുന്തു മുഅല്ലിമൻ, വാസ്തവത്തിൽ ഞാനൊരു അധ്യാപകനും ഗുരുനാഥനുമായിരുന്നു. ഹീന കുന്തു മുഅല്ലിമ മുതഅല്ലിമ, ഞാൻ വിദ്യാഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഉസ്താദുമാരുടെ മുമ്പിൽ വെച്ച് ഖുർആൻ പഠിക്കുമ്പോൾ, തഫ്സീർ പഠിക്കുമ്പോൾ, ഹദീസുകൾ പഠിക്കുമ്പോൾ, മസ്അലകൾ പഠിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഉസ്താദുമാരെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഉസ്താദിന് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത് തന്നെ. എൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് ഉസ്താദ് പരതി മഹാനരുടെ അറിവ് പരിപോഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥിയായ കാലത്ത് ഞാനൊരു മുഅല്ലിമാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള മുഅല്ലിമായി ഞാൻ മാറിയപ്പോൾ വകുന്തു മുതഅല്ലിമൻ ഹീന കുന്തു മുഅല്ലിമാ, ഞാൻ മുഅല്ലിമാകുമ്പോൾ വാസ്തവത്തിൽ ഞാൻ പഠിക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ള ബുദ്ധിശാലികളും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരുമായ വിദ്യാർത്ഥികൾ ഇഷ്കാലുകൾ ചോദിക്കുമ്പോൾ, വിഷയങ്ങൾ ചോദിക്കുമ്പോൾ, ഓരോന്നിൻ്റെ മർമ്മങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ ചോദ്യം കേട്ടുകൊണ്ട് കിതാബുകൾ പരതി, ഉസൂലുകൾ പരതി ഞാനത് പഠിക്കുകയാണ്. മഹാനർ പറഞ്ഞതനുസരിച്ച് വാസ്തവത്തിൽ നമ്മുടെ ബിരുദധാരികളുടെ പഠിപ്പ് തുടങ്ങുന്നേ ഉള്ളൂ. അതിൽ മമ്മൂലിയാറുണ്ടല്ലോ അല്ലേ, കുറെ പേര് വിളിക്കുന്നിട്ടില്ലല്ലോ. മുഹമ്മദ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കൈകളിലേക്ക് ഇനി പഠിക്കാനുള്ള ഒരു അനുവാദമാണ് നൽകിയത് എന്ന് അബൂ ഹനീഫ ഇമാമു തങ്ങൾ പറഞ്ഞ ഈ വാക്ക് വെച്ച് പഠിച്ചു നോക്കുമ്പോൾ, അതായത് നമ്മുടെ മുമ്പിലേക്ക് വരും വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഖുതബായിന്റെ മുമ്പിലേക്ക് വരും മഹല്ലുകാർ, അങ്ങനെ ക്ലാസ്സിലേക്കും ദർസുകളിലേക്കും കോളേജുകളിലേക്കും മറ്റ് ഇൽമ് പ്രചരിപ്പിക്കാനുള്ള ആധുനിക മാധ്യമങ്ങളടക്കം എവിടേക്ക് നാം പ്രവേശിക്കുമ്പോഴും
നാം ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. കുന്തു മുഅല്ലിമൻ ഹീന കുന്തു മുതഅല്ലിമൻ വകുന്തു മുതഅല്ലിമൻ ഹീന കുന്തു മുഅല്ലിമൻ. ഞാൻ മുഅല്ലിമാകുന്ന കാലത്ത് ഞാൻ യഥാർത്ഥ പഠിതാവാണ്, ഞാൻ അവരിൽ വെച്ച് പഠിക്കുകയാണ് എന്ന് മഹാനർ പറഞ്ഞ ഈ വാക്ക് ശരിക്കും നാം ഒന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങൾ സംബോധിതരായ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇക്കാലത്ത്, കണ്ടതൊക്കെ പറയുക. ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു വിഷയം കണ്ടാൽ, ഒരു ഹദീസ് കണ്ടാൽ, ഇനി ഒരു ആയത്ത് കണ്ടാൽ, എന്താണതിൻ്റെ പശ്ചാത്തലമെന്നോ ആ ഹദീസിനെ പൂർവസൂരികളായ ഉലമാക്കൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നോ ചിന്തിക്കാതെ അവരവർ തുറക്കുന്ന യൂട്യൂബുകളിലും തൻ്റെ പേജുകളിലും സംസാരിക്കുകയാണ് ഓരോരുത്തരും. ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപിൻ നോട്ടമില്ലാതെയുള്ള സംസാരങ്ങൾ. മഹാനരായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ ഹദീസിന്റെ കിതാബുകൾ ദർസ് നടത്തുമ്പോൾ, ഏത് ഹദീസിന്റെ കിതാബുകൾ ദർസ് നടത്തുന്ന സന്ദർഭത്തിലും ഓരോ ഹദീസുകൾ വരും. ആ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്നതാണ് ഇവിടെ ഒരു മസ്അല. ഹദീസിന്റെ നേരെ ളാഹിർ അനുസരിച്ച് അവസാനം ഓരോ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹദീസ് ഇങ്ങനെ, ആയത്തുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ മസ്അല? മസ്അല എന്നല്ല, മസാല എന്നാ ഓരോ ഉപയോഗം. ഇവിടുത്തെ മസാല എന്തായിരിക്കും? ഈ ഹദീസ് കാണുന്നതിനെ ഫുഖഹാ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഈ ആയത്തിനെ ഉലമാക്കൾ എങ്ങനെയാണ് ചർച്ച ചെയ്തത്? മഹാന്മാരായ ഫുഖഹാ ഇത് സംബന്ധമായി എന്താണ് വിവരിച്ചിരിക്കുന്നത് എന്ന് ശരിക്കും ഗ്രഹിക്കണമെന്നും അതാലോചിക്കണമെന്നുമല്ലേ ബഹുമാനപ്പെട്ടവരടക്കമുള്ള ഉലമാ നമ്മെ ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയവും ഗുരുനാഥന്മാരുമായി ബന്ധപ്പെട്ട്, മറ്റു ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് പരസ്പരം ചർച്ച ചെയ്ത് കിതാബുകൾ നോക്കി എന്താണ് ഈ വിഷയം, അതിൻ്റെ ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷമല്ലാതെ അതൊരിക്കലും ജനങ്ങളുടെ മുമ്പിലേക്ക് നാം എടുത്തിട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പറ്റൂല. ഉള്ളതുള്ളതുപോലെ പറയേണ്ടെന്നല്ല ഈ പറയുന്നത്. നമ്മുടെ തോന്നലിനനുസരിച്ചായി പോകരുത് നമ്മുടെ പ്രബോധന ജീവിതത്തിൽ ഈ ഇൽമിനെ നാം പ്രചരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എവിടെ എന്ത് പറയുന്ന സന്ദർഭത്തിലും, ആരോടെന്ത് പറയുന്ന സന്ദർഭത്തിലും ഒരാളോടുള്ള എതിർപ്പിന് വേണ്ടിയോ മറ്റൊരാളോടുള്ള ദേഷ്യത്തിന് വേണ്ടിയോ ഒന്നുമാകരുത് നമ്മുടെ സംസാരങ്ങളും ഇടപെടലുകളും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ പറയുന്നുണ്ട്, മാനാവർതു അഹദ, ഒരാളോടും ഞാൻ വാഗ്വാദം നടത്തിയിട്ടില്ല, തർക്കിച്ചിട്ടില്ല ഇൽമിന്റെ പേരിൽ. ഹക്ക് വെളിപ്പെടാനല്ലാതെ എൻ്റെ നാക്കിലൂടെയോ അല്ലെങ്കിൽ അവന്റെ നാക്കിലൂടെയോ ഹക്ക് വെളിവാകണമെന്ന ഉദ്ദേശത്തോടുകൂടെയല്ലാതെ ഒരാളോടും ഞാൻ മുനാദറ നടത്തിയിട്ടില്ലെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവനയിൽ വെച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത് ഹക്ക് വിളിച്ചു പറയലായിരിക്കണം, ഹക്ക് സമൂഹത്തിന് ധരിപ്പിക്കലായിരിക്കണം, ഹക്കായ പാതയിലൂടെയുള്ള സഞ്ചാരത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ അറിവുകളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഒരു അംഗീകാരവും നാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇനി അറിയുന്ന കാര്യങ്ങൾ തന്നെ എന്ത് കാണുന്നതൊക്കെയും ഉള്ളത് തന്നെയാണെങ്കിലും എല്ലാ സ്ഥലത്തും എല്ലാം പറയുന്ന വഴക്കം. മഹാന്മാരെത്ര സൂക്ഷിച്ചുകൊണ്ടാണ് വിവരങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. കീണൂർ പറയും, അങ്ങാടിയിൽ അസംബ്ലിയിൽ പറയേണ്ട വിഷയം അങ്ങാടിയിൽ പറയരുത് എന്നൊരു വാക്ക് ഓർക്കും. അസംബ്ലിയിൽ പറയേണ്ട കാര്യം ഒരിക്കലും അങ്ങാടിയിൽ പറയരുത്, കാര്യമുള്ളതായിരിക്കും. ഒരു ഉദാഹരണം, കീണൂറുടെ ദർസിലിരിക്കുന്ന ഒരാൾ, താനൊരു പ്രസംഗകനാണ്. പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം പ്രസംഗിച്ചു, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ സ്വാലിഹീങ്ങൾക്കും അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. സ്വാലിഹി എന്ന് പറഞ്ഞാൽ മുഅ്മിനാണ്, ബിദ്അത്തുകാരനും മുഅ്മിനാണ്. അതുകൊണ്ട് ബിദ്അത്തുകാരൻ സ്വാലിഹാണ്, സ്വാലിഹീങ്ങളിൽ അവനും പെടൂന്ന് പ്രസംഗിച്ചു.
ആളെ പറയുന്നതല്ല. ഇങ്ങനെ പ്രസംഗിച്ചു എന്നറിഞ്ഞപ്പോ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് കിഗനോർ പറഞ്ഞത്, സ്വാലിഹീൻ എന്നതിൽ മുഅ്മിനീങ്ങൾ പെടുമെന്ന് ഞാൻ പറഞ്ഞത് ദർസിലെ വിദ്യാർത്ഥികളോടാണ്, ദർസിൽ വെച്ചാണ്. ദർസിൽ വെച്ച് ഞാൻ പറയുമ്പോ അവർക്കറിയാം എന്തായി പറയുന്നത്. അത് നീ പോയിട്ട് പ്രസംഗിച്ചിട്ട് സ്വാലിഹീങ്ങളാണ് ബിദ്അത്തുകാർ എന്ന് പറയുമ്പോൾ അതിനാലുണ്ടാകുന്ന നാശങ്ങൾ ചില്ലറയല്ല. ജനങ്ങൾ സ്വാലിഹീങ്ങൾക്കൊരു മാന കണക്കാക്കിയിട്ടുണ്ട്. അവരുടെ അടുത്ത് സ്വാലിഹായ ഒരു മനുഷ്യനാണെന്ന് പറയുമ്പോൾ യാതൊരു തെറ്റുമില്ലാതെ ഉണ്ടെങ്കിൽ തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ ശരിയായ അടിയനായി ജീവിക്കുന്നവരാണ് എന്നിങ്ങനെയുള്ള അർത്ഥതലത്തിലേക്ക് നിന്റെ പ്രസംഗം നീണ്ടുപോകുന്നത് കൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് സാധാരണ കേൾക്കാറുണ്ട്. എന്നിട്ടോറ് പറയുന്ന വാക്കാണ്, അസംബ്ലിയിൽ പറയേണ്ട വിഷയങ്ങൾ ഒരിക്കലും അങ്ങാടിയിൽ പറയരുത്. നമുക്കറിയുന്നതൊക്കെയും എല്ലാം പറയാനുള്ളതല്ല. കുറെയൊക്കെ പറയേണ്ട സ്ഥലങ്ങൾ, ആളുകളെ, സന്ദർഭം, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ പ്രബോധനത്തിനും നാം ജനങ്ങൾക്കിടയിലേക്കും ഇറങ്ങാൻ. അതേപോലെ തന്നെ നമ്മുടെ സംബോധിതരായ ജനങ്ങളോട് അല്ലാഹുവിൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്ത് നിയോഗിക്കുന്ന ആ ഒരു വാർത്ത വിവരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് മുത്തുനബിക്ക് വല്ലാത്ത പ്രയാസമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത്, മാനസികമായി നിങ്ങൾക്കുള്ള പ്രയാസം, ശാരീരികമായി നിങ്ങൾക്കുള്ള പ്രയാസം, അതെല്ലാം മുത്തുനബിക്ക് വല്ലാത്ത പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളെല്ലാം രക്ഷപ്പെടണം, എല്ലാവർക്കും നജാത്ത് വേണം, എല്ലാവരും നന്നാവണം എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന, വല്ലാതെ പൂതി വെക്കുന്നവരാണ് മുത്തുനബി തങ്ങൾ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ശരിക്ക് വിശ്വസിച്ച മുഅ്മിനീങ്ങളോട് പ്രത്യേകിച്ച് കരുണയുള്ളവരാണ്, വല്ലാതെ റഹ്മത്തുള്ളവരാണ്, വല്ലാതെ റഹ്മത്തുള്ളവരാണെന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലോകത്തുള്ള മുഴുവൻ ജിന്നുകളെയും അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ, സത്യത്തിലേക്ക് ക്ഷണിക്കാൻ, ഹഖിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു അയച്ച പ്രബോധകരെ അല്ലാഹു തആല വാഴ്ത്തുമ്പോൾ, മുത്തുനബിയിലേക്ക് ചേർത്തുമ്പോൾ അതിൻ്റെ വലിയ അർത്ഥതലങ്ങളിലേക്കാണ് അതൊക്കെ പോകുന്നതെങ്കിലും ഒരു ദഅവത്തിനിറങ്ങുന്ന ഒരാൾ, പ്രബോധനത്തിനിറങ്ങുന്ന ഒരാൾ, ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അവസ്ഥകളല്ലേ ഇവിടെ വിവരിക്കുന്നത്. നാം ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മിലേക്കൊരു മഹല്ലിനെ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മുത്തഅല്ലിമുകളായി ഒരു കൂട്ടം മുത്തഅല്ലിമുകളുടെ ദർസിലേക്ക്, ക്ലാസ്സിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ അവരോട് നമുക്കൊരുപാട് കരുണ ഉണ്ടാകേണ്ടതുണ്ട്, അവർ നന്നാകണമെന്ന മോഹമുണ്ടാകേണ്ടതുണ്ട്. വെള്ളിയാഴ്ചകളിലും മറ്റുമൊക്കെ പ്രസംഗിക്കുന്ന നേരത്തും അല്ലാതെയും അല്ലാഹുവിൻ്റെ ദീനുമായി, ഹഖിൻ്റെ പാതയുമായി വ്യതിചലിച്ചു പോകരുത് എന്ന ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് കരുണ കാണിക്കേണ്ടതുണ്ടല്ലോ. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഖുത്തബാഗ് ഒരു കൂട്ടരാണ്. ഖുത്ബ ഓതും, അതുപോലെ തന്നെ ഇമാമത്ത് നിൽക്കും. ഇമാമത്തൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരു ദുആ തന്നെ. മന്ദുഫിന ഫീ ഹാദിൽ ഖബർ എന്ന് വീട്ടിൽ നിന്ന് ദ്വാരക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മന്ദുഫിന ഫീ ഹാദിൽ ഖബർ അവിടെയേ പറ്റൂ. ഇപ്പം ജനങ്ങൾക്കല്ല എന്തായി പറയുന്നത് കുറേയൊക്കെ ബോധ്യമാകും. അപ്പം വ്യത്യസ്തങ്ങളായ ദുആ, എന്നാൽ ആ ദുആ മുഴുവനും ഒരുത്തേൽ വെച്ചിട്ടൊന്നായിട്ട് ദ്വാരക്കല. ചേലക്കാട്ട് ഹസൻ മൊയ്ലാർ ഒരാളുണ്ടല്ലോ, മോളമായി നടക്കുമ്പം തങ്ങൾ പറഞ്ഞ ഹസൻ മൊയ്ലാർ നടത്തും പോലെ തന്നെ ഉണ്ട്. അല്ലാഹു ആ മഹാന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ റസാഖ് ഉസ്താദ്, റസാഖ് മൗലവി, അദ്ദേഹത്തിനും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഹസൻ മൊയ്ലാർ പറഞ്ഞത്,
ഞാനൊരു സ്ഥലത്ത് ദ്വാരക്കലിന് കൂടി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങ് പോന്നാണ്. ഇലാ ഹളറത്തിൻ്റെ മുള പൊട്ടി പൊട്ടി മുളക്കുന്നുണ്ട്. ഇലാ ഹളറത്തി ഇന്നയാട് ഇങ്ങനെ പൊട്ടി പൊട്ടി മുളച്ച് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നിട്ട് അതിൻ്റെ മുള ഇതുവരെ തീർന്നിക്കില്ല. ഇക്കോലത്തിലായി പോകരുത്. അതും റഹ്മത്തിൻ്റെയും റഹ്ഫത്തിൻ്റെയും ഭാഗ. കീനോറ് പറയാറുണ്ട്, മെഹ്റാബിൽ ഒരുത്തനെ നിർത്തിയാൽ അവൻ്റെ മനപ്പാടം പരിശോധിക്കാൻ വേണ്ടി നിർത്തിയതാണ് എന്നാ തോന്നുന്ന ദുആ കേട്ടാൽ. ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്തുന്നതോ ആക്ഷേപിക്കുന്നതോ അല്ല. ഇന്നെടുത്ത് വെച്ച് നിർത്തണമെന്ന് പറയുമ്പം ദുആയൊക്കെ നിർത്തുവാനും പഠിക്കണം. അതിൽ ഇവിടുന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവേ. ഒരു രസികനുണ്ട്, ദ്വാരുന്ന റബ്ബന ആത്തിന എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇപ്പം തീരും, പിന്നെയും റബ്ബന വലംന. അപ്പം രസികൻ പറഞ്ഞേ ചവിട്ടിയിട്ട് കിട്ടുന്നില്ല എന്ന്. ചവിട്ടി നോക്കുന്നുണ്ട്, വാഹനം കിട്ടുന്നില്ല, തെറിച്ചു പോവാ, പിന്നെയും കയറി പോവാ. ഞാനൊരു തമാശയായിട്ടാണ് ഇത് പറയുന്നതെങ്കിലും ഹദീസിലുണ്ടല്ലോ, നിങ്ങളൊരാൾ ഇമാമായാൽ ഫൽ യുഖഫിഫ്, വലിയ വലിയ സൂറത്തൊന്നും ഓതിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇതൊക്കെ റഹ്മത്തിൻ്റെയും റഹ്ഫത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഭാഗമാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ദീനിന് ഒരു പോറലും വരുവാൻ പാടില്ല. ഒരു പോറലും അല്ലേ. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നല്ല വെളുത്ത മാർഗത്തിലാണ് നിങ്ങളെ ഞാൻ ഇട്ടേച്ചിരിക്കുന്നത്. അതിൻ്റെ രാവ് പകല് പോലെയാണ്, എല്ലാം വെളുത്തതാണ്. അത്ര സുന്ദരമായ മാർഗത്തിലാണ് ഇട്ടേച്ചു പോകുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉലമാ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. താജുൽ ഉലമാ വഴി, ശംസുൽ ഉലമാ കീനോറ് വഴി, അവരുടെ മുമ്പിലുള്ള മശായിഖുമാറും വഴി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ വദ്ദീൻ ഖുത്ബി തങ്ങൾ നവ്വറല്ലാഹു മർഖദ, മഹാന്റെ ദുആയിൽ തന്നെയുണ്ട്, പടച്ചവനെ അല്ലാഹുമ്മ അരിനൽ അശിയ, എല്ലാം ഞങ്ങൾക്ക് നീ കാട്ടിത്തരണം. അതെങ്ങനെയാണോ ഉള്ളത് അങ്ങനെ, എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ. ഒരു കാര്യം ഉള്ളതുപോലെ അതെങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, അത് നീ ഞങ്ങൾക്ക് കാട്ടിത്തരണമെന്നായിരുന്നു ഖുത്ബി തങ്ങളുടെ ദുആയിലുണ്ടായിരുന്നതെന്ന് ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ മഹാനരുടെ വഴിയായി നമ്മുടെ മശായിഖുമാർ എന്തിനു വേണ്ടിയാണ് നിലക്കൊണ്ടത്? അല്ലാഹുവിൻ്റെ ദീനിന് ഞങ്ങളെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള തകരാറും വന്നു പോകരുത്. ഏതുപോലെ മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ആ സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടി മഹാനർ പുറപ്പെടുമ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ അയക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനൊക്കെ ഇപ്പോൾ അത് വേണ്ട, മദീന കത്തുമ്പോൾ, ചുറ്റുഭാഗം കത്തുമ്പോൾ അത് വേണ്ടെന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അയൻഖുസു ഹാദദ്ദീൻ വഅന ഹൈ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹുവിൻ്റെ ദീൻ ഒരൽപ്പമാണെങ്കിലും ഇവിടെ ചുരുങ്ങുകയോ, സക്കാത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ലെന്നാണ് അവർ പറയുന്നത്. കൊടുക്കില്ല എന്നല്ല, എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ സമ്മതിച്ചാൽ പിന്നീട് സക്കാത്തിന് അസ്ലൻ പിടികൂടുകയും അതിലൂടെ നിസ്കാരത്തെയും നോമ്പിനെയും അല്ലാഹുവിൻ്റെ ദീനിനെ മൊത്തത്തിൽ പിടിച്ചടക്കാനുള്ള ഈ പരിശ്രമത്തിൻ്റെ മുളയിലെ നുള്ളിക്കളയുന്നില്ലെങ്കിൽ അള്ളാന്റെ ദീന് ഞാൻ ഹയാത്തുള്ള കാലത്ത് നശിച്ചു പോകുമയോ, ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ലെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. ഈ മഹാന്മാർ എത്രയെത്ര പരിശ്രമിച്ചുകൊണ്ട്, എത്രയെത്ര കണിശതയോടുകൂടെ ഓരോ വിഷയങ്ങൾ നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്നില്ലേ, ചിലരെ സംബന്ധിച്ചുള്ള അതിൻ്റെ നിലപാടുകളും അതെന്താണ് അതിൻ്റെ സ്തുതി എന്നൊക്കെ പറയുമ്പോൾ അതിനടിയിലുള്ള ചില കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഈ നിലപാട് വിവരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ അറിയാത്തത് കൊണ്ടല്ല, മാർപ്പാപ്പ എന്ന പേര് കേൾക്കാത്തത് കൊണ്ടല്ല, മഹാനരായ താജുൽ ഉലമാ ഹഖിന് വേണ്ടി നിലകൊണ്ടത്. ഒരുപാട് ഒരുപാട് ഉലമാ ഇവിടാണ് നിലനിരുന്ന ശൈഖുൽ ഉലമാ അടക്കം, അതേപോലെ തന്നെ തങ്ങളടക്കം, സമദ് ഉസ്താദ് അടക്കം, നവ്വറല്ലാഹു മറാഖിദഹും, അവരെയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.
അവരൊക്കെ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? അവരുടെ ശ്വാസങ്ങൾ, അവരുടെ ടൈമുകൾ, അവരുടെ ഓരോ ദിനങ്ങളും, അവരുടെ ആയുസത്രയും അള്ളാഹുവിൻ്റെ ദീനിന്റെ ഹക്കായ വഴി ഞങ്ങളുടെ ഉസ്താദുമാരിൽ വെച്ച് പകർന്നു കിട്ടിയത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ചിന്തിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് സമ്പാദിക്കാൻ കഴിയാതിരുന്നത്, അവർക്കൊരുപാട് നേടാൻ കഴിയാതിരുന്നത് ദുന്യാവ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹക്കിൻ്റെ ആ ഒരു പ്രചരണമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ വരുമ്പോ ചിലപ്പം പലതും നഷ്ടപ്പെടും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയിലുണ്ട്, വഖത്തറഖഹുൽ ഹഖ് അല്ലാ സ്വദീഖല. ഹക്കിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ സത്യം അദ്ദേഹത്തെ മഹാനരെ മാറ്റിക്കളഞ്ഞു. അല്ലാ സ്വദീഖല, ഒരു സ്നേഹിതൻ പോലും ദുനിയാവിലില്ലാത്ത വിധം ഒറ്റപ്പെടുത്തിക്കളഞ്ഞു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ വാഴ്ത്തുന്നത് ഹക്കിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു സംഗതിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഏത് ഷഹാദ നേടിയ ആളാണെങ്കിലും, ഇനി അതല്ല ഒരു മദ്രസയിൽ വിജ്ഞാനം നേടിയവനാണെങ്കിലും, ഒരറിവ് നേടിയ മനുഷ്യൻ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ പറയുന്ന ഒരു ബൈത്തിൽ അൽ ഹുർറു മർറാ വിദാദ ലഹ്ള വന്ദമാ ലി മൻ അഫാദ ലഫ്ള. യഥാർത്ഥ ആൺകുട്ടി അൽ ഹുർറു സ്വതന്ത്രൻ ആരാണ്? മൻ റാ, ഒരാൾ അവൻ ശരിക്ക് കണക്കിലെടുക്കും, ശ്രദ്ധിക്കും, സൂക്ഷിക്കും. വിദാദ ലഹ്ള, ഒരു സെക്കൻഡ് മാത്രമുള്ള സ്നേഹബന്ധം, ഒരു സെക്കൻഡ് മാത്രമേ ഒരാളുമായിട്ട് സ്നേഹമുള്ളൂ എങ്കിൽ ആ ബന്ധത്തെ ശരിക്ക് കാത്തു സൂക്ഷിക്കുന്നവനാണ് ആൺകുട്ടി. വന്ദമാ ലിമൻ അഫാദ ലഫ്ള, ഒരു ലഫ്ള അവനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവനിലേക്ക് അവൻ ചേർന്ന് നിൽക്കും. എൻ്റെ ഉസ്താദാണത്, എന്നെ പഠിപ്പിച്ചവരാണവര്, ഒരു ലഫ്ള മാത്രം പഠിപ്പിച്ചവർ. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് അന അബ്ദുൽ ലിമൻ അല്ലമനി ഹർഫ, ഒരു ഹർഫ് എനിക്കൊരാൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടിമയാണെന്ന് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതും നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവരങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ നമ്മളെ ഉസ്താദിനെ അത്രയൊന്നും അറിഞ്ഞുകൂടെയായിരിക്കും, അത്രയൊന്നും കിതാബ് കണ്ടില്ലായിരിക്കും, യൂട്യൂബ് തരുന്ന മൂപ്പർക്ക് അറിഞ്ഞൂടായിരിക്കും, അതുപോലെ തന്നെ ഗൂഗിൾ വരുന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇപ്പം തരക്കേടില്ല, അദ്ദേഹത്തെക്കാളൊക്കെ ഞാൻ ഉയർന്ന്. ഉസ്താദുമാരോടുള്ള ബഹുമാനവും ആദരവും ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മസലയിലൊക്കെ വന്നാലും മൊത്തത്തിൽ പറയുന്നതാണ്, സ്വന്തം ഉസ്താദ് ആ ഗുരുനാഥരോടുള്ള ഗുരുത്തക്കേടൊരാൾ വാങ്ങിയോ 3 ബലാഉകൾ ദുനിയാവിൽ വെച്ച് അവനെ പിടികൂടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അവ്വലുഹാ നിസ്യാനു മാ തഅല്ലമ മിൻഹു വഫൗതുർ റിസ്ഖി സൂഉൽ ഖാത്തിമ. പഠിച്ച വിവരങ്ങൾ മറന്നുപോകും, അവന്റെ ജീവിതം മുട്ടിപ്പോകും. സൂഉൽ ഖാത്തിമ, അവസാനം അവന് മോശം സംഭവിക്കുമെന്ന് ആദരവായ നബി തങ്ങൾ പഠിപ്പിച്ചത് ഉലമാക്കൾ നമ്മെ വിവരിച്ചു തരുന്നുണ്ട്. ഉസ്താദുമാരോടുള്ള അദബ്, മര്യാദ, ഗുരുത്വം ഇതൊക്കെ നാം നേടിയിട്ട് തന്നെയേ നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ മശായിഖുമാർ പഠിപ്പിച്ചത്. വേലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പിൽക്കാലത്ത് അവിടുത്തെ വാർഷികത്തിന് പോയപ്പോ അവിടെയുണ്ടായിരുന്ന ഉസ്താദുമാരുള്ള അബ്ദുൽ ജബ്ബാർ ഹളറത്തിന്റെ മഖ്ബറയിലേക്ക് സിയാറത്ത് ചെയ്യാൻ പോയ മഹാനായ താജുൽ ഉലമാ മഹാനവറുകൾക്ക് സിയാറത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും കിടുകിട വറച്ചുവെന്നും കണ്ണിൽ വെച്ച് ധാരധാരയായി കണ്ണുനീർ ഉറ്റി വീണുവെന്നും നാം വായിച്ചതല്ലേ, നമ്മൾ കേട്ടതല്ലേ. മഹാനർ ചിന്തിച്ചു. ബാഖിയാത്തിലായിരുന്ന കാലത്ത് കിതാബുമെടുത്ത് ഞാൻ മൂപ്പരുടെ മുമ്പിലേക്ക് പോയിട്ടുണ്ട്, അവരോട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്.
എഴുത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു മലക്ക എനിക്ക് ലഭ്യമാകാൻ മാത്രം മഹാനർ എന്നെ ശിക്ഷണം നടത്തിയിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹാനരിപ്പം ഈ ഖബറിനടിയിലല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് സിയാറത്ത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത താജുൽ ഉലമയുടെ ശിഷ്യന്മാരിൽ വെച്ച്, പ്രത്യേകിച്ച് മൗലാനയിൽ വെച്ച് ഷഹാദ നേടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങ് ഖുത്ബി തങ്ങളുടെ മഖ്ബറയിലേക്ക് സിയാറത്തിന് പോകുമ്പോൾ തലശ്ശേരി വെച്ചുകൊണ്ട് നല്ല ഇങ്ങന്ന് കൊണ്ടുപോയ നീളക്കുപ്പായവും മറ്റുമൊക്കെ ധരിക്കുന്നത് എന്തിനാണ് സിയാറത്തിന് പോകുമ്പോൾ ഇങ്ങനെ മാറ്റിയൊടുക്കുന്നത് എന്ന് ചോദിച്ച താജുൽ ഉലമയുടെ മറുപടി, ഹയാത്ത് കാലത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഞാൻ അവിടുത്തെ ഹദറത്തിലേക്ക് ചൊല്ലുമ്പോൾ ആ വസ്ത്രധാരണത്തെ പറ്റി മൂപ്പറെന്നെ കളിയാക്കാറുണ്ട്, തമാശയാക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ഖബറിൽ കിടക്കുമ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ നല്ല അലക്കിയ വസ്ത്രം ധരിക്കുന്നത് എന്ന് പറഞ്ഞ താജുൽ ഉലമയുടെ വിദ്യാർത്ഥികൾ, അവരുടെ മക്കളിൽ വെച്ച്, ശിഷ്യന്മാരിൽ വെച്ച് ഷഹാദ നേടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചേരാപുരത്ത് മറപെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലെ ഓരുടെ സിയാറത്തിന് പോകുമ്പോൾ അങ്ങ് ദൂരെ വെച്ച് ഏതാണ്ട് നമ്മുടെ ദാറുസുന്നയും ആ റോഡുമായുള്ള അത്രയും ദൂരെ വെച്ച് ചെരുപ്പ് അവിടെ അയച്ചു വെച്ചുകൊണ്ട് മാത്രം ആ മഖ്ബറയുടെ അടുത്തേക്ക് വരുന്ന ശംസുൽ ഉലമാക്കിങ്ങനെ ഓറെ നമ്മുടെ മുർശിദീങ്ങളിൽ അള്ളാഹു നൽകിയിരിക്കുന്ന മഹാന്മാരുണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ടത്, നമുക്ക് ഇൽമ് പകർന്നു തരുന്ന ഉസ്താദുമാർ, അവരെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരോടുള്ള അദബും കൂറും ഒരിക്കലും മറന്നുപോകരുത്. അതുപോലെ തന്നെ ഇതിനെ നമ്മെ പഠിപ്പിക്കാനുള്ള സ്ഥാപനം ഒരുക്കാൻ, അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കാൻ, ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് ആളുകളുടെ സേവനങ്ങളും സഹായങ്ങളും സ്ഥാപനത്തെ ഒരിക്കലും മറന്നുപോകരുത്. അതിനുവേണ്ടി സഹായിച്ചവരെ മറന്നുപോകരുത്. ആദരവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ബദർ യുദ്ധം നടന്ന ആ ഘട്ടത്തിൽ, ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് വെച്ച് 70ഓളം എതിരാളികളെ പിടിച്ച് ബന്ദിയാക്കിയപ്പോ മുത്തുനബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഒരാൾ മുത്ഇം ഇബ്നു ജുബൈർ മൂപ്പരങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ഈ ആളുകളുടെ കാര്യത്തിൽ, ഈ ബന്ദികളുടെ കാര്യത്തിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അവരെ വെറുതെ വിട്ടുകൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യനും മുത്തുനബി തങ്ങളുമായുള്ള ബന്ധം, ത്വായിഫിൽ വന്ന തങ്ങൾക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാൻ അസൗകര്യമുണ്ടായപ്പോൾ, പ്രയാസമുണ്ടായപ്പോൾ എൻ്റെ അമാനിലും എൻ്റെ കഫാലത്തിലും നിങ്ങൾ നാട്ടിലേക്ക് വന്നോ എന്ന് അന്ന് പറഞ്ഞവരാണ്. അവരെക്കുറിച്ചാണ് ആദരവായ നബി തങ്ങൾ പറയുന്നത്. അയാൾ പറഞ്ഞാൽ ഞാൻ ഇവരെയൊക്കെ വിട്ടുകൊടുക്കുമായിരുന്നു. താങ്ങിയ ഒരാളെ തള്ളിപ്പോകരുത്. വേണ്ട കാലത്ത് താങ്ങിയവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ ഇഷ്ടപ്പെട്ടവർ, അവരെയൊന്നും മറന്നുപോകാതെ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ അമാനത്തിന്റെ വണ്ണ വലിപ്പം മനസ്സിലാക്കി കാര്യങ്ങളൊക്കെയും കൂടുതൽ കൂടുതൽ പഠിച്ച് ഹക്ക് പ്രചരിപ്പിക്കണമെന്ന ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കണമെന്നാണ് ചുരുക്കം എൻ്റെ ബിരുദധാരികളായ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ആ ഉസ്താദുമാരുടെയൊക്കെ തൃപ്തി നമ്മൾ നേടുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൂടുതലൊന്നും കാര്യങ്ങൾ അറിഞ്ഞുകൂടാന്ന് വെക്കാം, വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞുകൂടാന്ന് വെക്കാം. എല്ലാവരും ഒരുപോലെ ആണോന്നില്ലല്ലോ. എന്നാലും ആ അദബിൻ്റെ പേരിൽ ഗുരുനാഥന്റെ ഹൃദയത്തിലെങ്ങാനും നമ്മെ സംബന്ധിച്ചുള്ള ഒരു സൽവിചാരം, എൻ്റെ ആ മുത്തഅല്ലിം, ഇന്ന ദാറാനി, ഇന്ന MD, ഇന്ന ഖതീബ്, ഇന്ന ആള്, ഓനൊന്നും തരക്കേടില്ല, നല്ല ഒരു പെരുമാറ്റമുള്ള കുട്ടിയാണ്, തവാദുള്ള കുട്ടിയാണെന്ന് ഉസ്താദിന്റെ ഹൃദയത്തിലേക്ക് ഒരു ചെറിയ വിചാരം, സൽവിചാരം നിങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിൽ മഹാന്മാരായ ഉലമായി രേഖപ്പെടുത്തുന്നത് ഖബൂലു ഖുലൂബിൽ മശായിഖിൽ മുരീദി
അസ്ദഖു ഷാഹിദിൻ അലാ സആദതിഹി. ഉസ്താദുമാരുടെ ഹൃദയത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം സ്വീകാര്യതയുണ്ടോ ആ സ്വീകാര്യത അവൻ സഈദാണ്, അവൻ വിജയിയാണ്, അവൻ്റെ ആഖിബത്ത് നന്നാകും, അവൻ്റെ ദുനിയാവും ആഖിറവും വിജയത്തിലേക്കും എത്തുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞ, മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു ഉപദേശം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. റഹ്മാനും റഹീമുമായ റബ്ബ് ഈ സ്വീകരിച്ച അമാനത്ത് അമാനത്തായി കൊണ്ടു നടക്കാൻ, അതേപോലെ തന്നെ ഹക്കിന് വേണ്ടി പ്രവർത്തിക്കാനും സ്വന്തം ജീവിതത്തിൽ അത് പകർത്താനും ജനങ്ങൾക്കും നമുക്കുമൊക്കെ നല്ലത് ചെയ്തു കൂട്ടാനും ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ സ്നേഹത്തോടെ ജീവിച്ച് അവസാനം ഹക്കിന്റെ പാതയിലായി ആഖിറത്തിലെത്തി പുന്നാര നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട്. ഇന്നിപ്പം ഞാനിങ്ങ് പോരുന്ന നേരത്ത് എൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്ത് പറഞ്ഞത്, എനിക്ക് ദാറുസുന്നയിലേക്ക് പോകാനൊക്കെ വാഹനത്തിൽ കയറാനൊക്കെ പ്രയാസമുണ്ട്. ഞാനിപ്പോകുന്നത് എന്ന് വെച്ചാൽ 1500ാമത്തെ മീലാദ് നടത്താൻ ദാറുസുന്നയിൽ മൂപ്പർക്കതിന് കഴിഞ്ഞല്ലോ. പേരൊക്കെ പറഞ്ഞ് മൂപ്പറ് എന്നോട് വരുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 1500 കഴിക്കുവാനൊന്നും ആയില്ലെങ്കിലും ആ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മുത്തുനബി സ്വന്തം കൈകൊണ്ട് സാധുക്കൾക്കൊക്കെ കോരിക്കൊടുക്കുമ്പോൾ ഒരു കോപ്പ കിട്ടണമെന്ന പൂതിയോടുകൂടെയാണ് ഞാൻ വന്നത് എന്ന് സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, റബ്ബേ നമുക്കെല്ലാം അള്ളാഹു അത് ഓശാരമായി നൽകട്ടെ, ഓശാരമായി നൽകട്ടെ. തങ്ങളുടെ ആ കറാമത്ത് കൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നൽകുന്ന ഒരു കോപ്പ ആ തൃക്കയിൽ വെച്ച് തന്നെ വാങ്ങിക്കുടിക്കാൻ നമ്മുടെ മശായിഖ്മാരുടെ ഹക്കുകൊണ്ട്, ഉസ്താദുമാരുടെ ഹക്കുകൊണ്ട്, സാദാത്തിന്റെ ഹക്കുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഇഷ്ടക്കാർ, സ്നേഹിതന്മാർ, ജീവിതത്തിൽ ഒരു തുള്ളി വെള്ളം കൊണ്ടുപോലും ഞങ്ങളെ സഹായിച്ചവർക്ക് നീ നൽകണമേ റബ്ബേ, നീ നൽകണമേ റബ്ബേ, നീ നൽകണമേ റബ്ബേ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.